സ്വസ്ഥമാ സ്വസ്തി സ്വസ്തി സ്വസ്തി. സൂര്യചന്ദ്രന്മാർക്കിരിപ്പിടമാകുവിൻ രാമസാമ്രാജ്യമേ. ദേവകളെ മാമുനിമാരെ സ്നേഹതാരങ്ങളെ സ്വപ്നങ്ങളെ പൂക്കളെ വിടയാകുമീ വേളയിൽ സ്വസ്തി സ്വസ്തി സ്വസ്തി. സ്വസ്തി പെരുമാരി അസ്ഥി ഓടുന്ന സ്റ്റെപ്പായി പോയി. കുട്ടികളെ എല്ലാവരും ഇങ്ങ് വരൂ. ഞാൻ ശ്രദ്ധിച്ചായിരുന്നു നിങ്ങളെ സ്റ്റെപ്സുകളൊക്കെ വളരെ ഭയങ്കര വീക്കാണ് കേട്ടോ. ഈ നാട്യശാസ്ത്രത്തില് ഈ ഭരതമിനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഭരതമിനിയോ? മിനി ഭരത ഭരതമുനി. ആ പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്താണ്? യദോ ഹസ്ത സദോപത സദോഹത അലോപത എന്ന് പറഞ്ഞാൽ കണ്ണെത്തുന്നിടത്ത് മനസ്സെത്തണം, മനസ്സെത്തുന്നിടത്ത് കൈയെത്തണം, കൈയെത്തുന്നിടത്ത് കിട്ടുന്നത് വാങ്ങിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ പോകണം. അതാണ് ഭരതമുനി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മൾ നർത്തകർ ആരുടെയും കൈ എത്തുന്ന ദൂരത്തിൽ നിന്ന് നൃത്തം കളിക്കരുത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇന്നത്തേന് പിരിയാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ധൈര്യമായിട്ട് പോയിക്കോളൂ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഫീസ് എല്ലാവരും കറക്റ്റായിട്ട് കൊണ്ടുവരണം. ഇവിടുത്തെ ശിക്ഷ എന്താണെന്ന് അറിയാമല്ലോ. ഫീസ് തന്നില്ലെങ്കിൽ അരമണിക്കൂർ ഞാൻ അരമണ്ഡലത്തിൽ നിർത്തും. ഓക്കെ, പോയിക്കോളൂ പോയിക്കോളൂ പോയിക്കോളൂ. ഇപ്പം നിങ്ങൾക്കൊക്കെ എന്നോട് ചെറിയൊരു അസൂയ ഉണ്ടാവും ഇല്ലേ? ഇല്ലേ? ഉണ്ട്. ജയറാമിൻ്റെ ഭാര്യ പാർവതി, അതേപോലെ ശോഭന, ഉർവശി, ഇവരെല്ലാം ഡാൻസ് പഠിച്ചായിരുന്നാ എൻ്റെ കയ്യിൽ നിന്നാ. ഒന്ന് കൈയടിക്കണോ? എന്താ ഒരു നാണം? ഇപ്പൊ തന്നെ ഈ ലാഫിംഗ് വില്ലയിൽ നവ്യനാരെ വീട്ടിൽ ഞാൻ ജോലിക്ക് നിൽക്കുന്നത് എന്തിനാ? അല്ലല്ല, ഡാൻസ് പഠിപ്പിക്കാൻ നിൽക്കുന്നത് എന്തിനാ? ഇവിടെ സെൽഫിൽ ഇരിക്കുന്ന എല്ലാ ട്രോഫീസും ആര് വാങ്ങിച്ചതാ? ഈ നാട്യമയൂരം സംക്രാന്തി ആറ് വാങ്ങിച്ചതാ. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഇല്ല. പക്ഷെ ആ കുട്ടി